ലൈഫിൽ ചേഞ്ചസ് വേണം, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു പുതുമ വേണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം നീ ഒന്ന് ചെയ്തു നോക്കുക. വെറും ഒരു 7 ദിവസം ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ചെയ്തു നോക്കുക. നമ്മളെല്ലാവരും ലൈഫിൽ ഓരോന്നും ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കാത്തവരും പ്രതീക്ഷിക്കാത്തവരുമായി ആരും തന്നെ ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ വേറൊരു നാട്ടിലുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ആത്മവിശ്വാസം നേടിയിട്ടുള്ളൊരു ജീവിതം. പക്ഷെ അതെങ്ങനെ നേടിയെടുക്കണം എന്ന് മാത്രം നമുക്കറിയില്ല. അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു മഹത്തായ അവസരമാണ് ഫജ്ർ. തീർച്ചയായും നീ ആ ഒരു ഫജ്ർ നിസ്കാരം അതിൽ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നീ ആഗ്രഹിക്കുന്നത് നിനക്ക് നേടാനാകും. നിൻ്റെ ലൈഫ് തന്നെ മാറും. അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ആരൊരാൾ ഫജ്ർ നിസ്കരിക്കുന്നുവോ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 7 ദിവസം നിങ്ങൾ കൃത്യമായി മുടങ്ങാതെ ഖളാ ആക്കാതെ ഫജ്ർ നമസ്കരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഫജ്ർ നഷ്ടപ്പെടാത്ത ദിവസങ്ങളായിരിക്കട്ടെ. ആദ്യത്തെ ദിവസം നീ നിൻ്റെ ഉറക്കത്തിനെ തോൽപ്പിക്കുക. ഉറക്കം നിന്നെ എത്രയേറെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഉറക്കിനെ നീ തോൽപ്പിക്കുക. ശക്തിയായി എഴുന്നേൽക്കുക, വുളൂ ചെയ്യുക, ഫജ്ർ നമസ്കരിക്കുക. ഡേ 2 ആത്മാവിൻ്റെ ഉണർച്ച. 2-ാം ദിവസവും ശരീരം വീണ്ടും മടി കാണിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം കരുത്തോടെ ഉയരും. ഫജ്റിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുക. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഖുർആനിനോട് സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പ്രകാശം നിന്റെ ആ ഒരു ദിവസത്തെ തന്നെ മാറ്റും. ഡേ 3 സമാധാനത്തിൻ്റെ രുചി. ഇനി നീ തിരിച്ചറിയും, ഫജ്ർ വെറും പ്രാർത്ഥനയല്ല, അത് ആത്മാവിൻ്റെ ശാന്തതയാണ് എന്ന്. ഈ സമയത്ത് ലോകം മുഴുവൻ നിശബ്ദമായിരിക്കും. അവിടെ നീയും നിന്റെ റബ്ബും മാത്രമായിരിക്കും ഉണ്ടാവുക. ആ ഒരു നിമിഷം നീ പറയുന്ന അല്ലാഹു അക്ബർ, അതിൽ തന്നെ നിന്റെ ലൈഫിൻ്റെ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ വിജയമുണ്ട്. ഡേ 4 അനുഗ്രഹങ്ങളുടെ വാതിൽ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു എൻ്റെ ഉമ്മത്തിന് പുലർച്ചെ സമയത്ത് അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന്. ഈ ഒരു ദിവസം നിന്റെ ജോലി, പഠനം, തീരുമാനങ്ങൾ എല്ലാം അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകും. ഫജ്റിന് ശേഷം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബറക്കത്ത് ഉണ്ടാകും. ഡേ 5 ഹൃദയത്തിലെ മാറ്റം. ഈ ഒരു ദിവസം മുതൽ നിനക്ക് നിന്റെ കോപം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നിനക്ക് ക്ഷമ വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ഫജ്ർ നമസ്കാരം എന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഫജ്റും ഇശായും നമസ്കരിക്കുന്നവർ കപടന്മാരിൽ നിന്ന് അകലെയാണ് എന്ന്. ഡേ 6 ഉറച്ച തീരുമാനം. ഈ ഒരു ദിവസം അവസാനിക്കുന്നതിനോടൊപ്പം നീ മനസ്സിലാക്കും, ഇത് ഇനി എൻ്റെ ഒരു ചലഞ്ചല്ല, ഇത് എൻ്റെ ഡെയിലി റുട്ടീനായിരിക്കുമെന്ന്. ഈ ഒരു നിമിഷം നീ സ്വയം ചോദിച്ചു തുടങ്ങും, ഇനി ഞാനിത് ഒഴിവാക്കുമോ എന്ന്. അപ്പോൾ നീ മനസ്സിൽ പറയുക, ഇനി എൻ്റെ ലൈഫിൽ ഫജ്ർ നമസ്കാരം എന്നത് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന്. ഡേ 7 ജീവിതത്തിലെ മാറ്റങ്ങൾ. 7-ാം ദിവസം നീ പിന്നോട്ട് നോക്കും. ആ ഒരു പഴയ ഉണർവില്ലാത്ത, ഉന്മേഷമില്ലാത്ത ആ ഒരു ദിവസങ്ങളിലേക്ക് ഞാനിനി പോകില്ല എന്ന് നീ മനസ്സിൽ ഡിസൈഡ് ചെയ്യും. നീ കൂടുതൽ സമാധാനവും കൂടുതൽ ആത്മവിശ്വാസവും ഉള്ളവനാകും. അല്ലാഹുവോട് കൂടുതൽ അടുത്തവനാകും. ഈ ഒരു ശീലം, അല്ലെങ്കിൽ ഈ ഒരു റുട്ടീൻ, ഇത് നിന്റെ ലൈഫിൽ ഉടനീളെ നീ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു 7 ദിവസങ്ങൾ അത് അവസാനിച്ചാലും നിന്റെ ഈ ഒരു യാത്ര നീ കണ്ടിന്യൂ ചെയ്യുക. അത് വെറുമൊരു ചലഞ്ചായി നീ കാണരുത്. അത് നിന്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് നീ കണ്ടിന്യൂ ചെയ്യുക. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫജ്ർ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അവർക്ക് നരകാഗ്നി ഹറാമാണ് എന്ന്. അതുകൊണ്ട് നീ പറയുക, യാ അല്ലാഹ്, ഗിവ് മീ ദ സ്ട്രെങ്ത് ടു നെവർ മിസ് ഫജ്ർ എഗെയിൻ. അല്ലാഹുവേ, ഫജ്ർ നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് നീ ശക്തി നൽകണമേ എന്ന്. ഫജ്ർ നമസ്കാരം എന്നത് നിന്റെ ലൈഫിലെ എല്ലാ അടഞ്ഞുപോയ വാതിലുകളും തുറക്കും. അവിടെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ വാതിലുകൾ നിനക്ക് മുന്നിൽ അല്ലാഹു തുറന്നു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.